ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് തരാനാണ് വന്നത്. നിങ്ങൾ ഇത്രയും കാലം ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് എക്സാമിന് പോകുന്നതെങ്കിൽ നിങ്ങളെ പെടാനായിട്ട് നല്ലൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇത്ര നാളുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും. ബട്ട് ഈ വട്ടം എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ പാസ്സാകാൻ പറ്റുമെന്ന്. ബട്ട് ഇപ്പോൾ 2023 പേപ്പർ പഠിച്ചിട്ട് 2024 എക്സാമിന് പോയി കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല എനിക്ക് തോന്നുന്നത്. ഈ വട്ടം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പഠിച്ച് എക്സാം പാസ്സാകാനുള്ള ഇത് നിങ്ങൾ നോക്കുകയേ വേണ്ട. കാരണം ഇതിൻ്റെ 24 23 വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയോ, ഒരു കോമൺ ക്വസ്റ്റ്യൻ പോലും അല്ല, തോക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂണിറ്റ് 1 മുതൽ ഇനിയിപ്പോൾ ഇന്ന് മുതലിപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഈ പൈത്തൺ ബേസിക് ഡാറ്റ ടൈപ്സ് ഇത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ബട്ട് നിങ്ങൾ അത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ പാർട്ട് C ആണെങ്കിലും പാർട്ട് A ആണെങ്കിലും ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിലില്ലാത്തതല്ല, സിലബസിലുള്ളതൊക്കെ തന്നെയാണ്. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് എക്സാമിന് ജയിക്കുമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കൂല മോനെ. അതുകൊണ്ട് ബിറ്റ് എടുക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ബിറ്റ് കൊണ്ടുപോയിട്ട് ഈ വട്ടം കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് മറ്റേ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാമായിരുന്നു, ഏതൊക്കെ വരുമെന്നുള്ളതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതും പറ്റൂല. കുത്തിയിരുന്ന് പഠിച്ചോ, എക്സാം എഴുതാം, ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റി അവിടെ മാറിയിരിക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറച്ച് പാടായിരിക്കും പൈത്തൻ്റെ ഇത്രയും വന്ന എക്സാം എന്ന് പറയുന്നത്. ഈ രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ബേസ് ചെയ്തായിരുന്നു ഫുള്ള് ക്വസ്റ്റ്യന് എല്ലാം വന്നുകൊണ്ടിരുന്നത്. 2025 ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഈ പൈത്തൺ നിങ്ങളെല്ലാവരും ഊമ്പുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നത് മിക്കവാറും ഉറപ്പാകും. കാരണം ഇത്രയും എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു, സിമ്പിളായിരുന്നു. ഈ എക്സാം എനിക്ക് തോന്നുന്നില്ല പൈത്തൺ സിമ്പിളായിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും പഠിക്കുക, അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്.